110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇപ്പൊ മാത്യു കുഴൽനാടിനിവർ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, പ്രിയപ്പെട്ട സജീഷേ, ആ മുഹമ്മദ് റിയാസിന് ഇതിന്റെ പകുതി ധൈര്യം, പകുതി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി നേരായ വിധമോ എന്ന് പറയാൻ പാടില്ലേ? ഗോവിന്ദൻ മാസ്റ്ററോട് മാസപ്പടി എന്ന് പറഞ്ഞപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ ഇരുന്ന പടിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതും മാത്രമല്ല, AKG സെന്ററിന്റെ പേരിൽ എടുത്ത അഡ്രസ്സിലെടുത്ത എക്സാലോജിക് സൊല്യൂഷൻസിന്റെ കമ്പനി അഫയേഴ്സ് സെക്രട്ടറിയുടെ ലെറ്റർ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. AKG സെന്റർ സോഫ്റ്റ്വെയർ ഡിവിഷൻ നടത്തുന്നുണ്ടോ? AKG സെന്റർ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളുടെ കമ്പനിയുടെ ഔദ്യോഗിക രേഖയാവുന്നത് എങ്ങനെയാണ്? എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ മോള് ബാംഗ്ലൂരിൽ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് സെറ്റിൽമെന്റ് ബോർഡിൽ 1,72,00,000 രൂപ അനധികൃതമായി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു ചോദ്യം ചോദിക്കാനാവാതെ ചാനലിൽ വന്ന് അവരെ ന്യായീകരിക്കേണ്ട ഗതികേടൊക്കെ സജീഷിന് വന്നല്ലോ എന്ന് ഓർക്കുമ്പോ സജീഷിലെ കമ്മ്യൂണിസ്റ്റുകാരനെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ്. മാത്യു കുഴൽനാടിന്റെ ധൈര്യമൊന്നും വേണ്ട, മാത്യു കുഴൽനാടിന്റെ പകുതി ധൈര്യം കാണിച്ചാൽ പോരെ. വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കാര്യത്തിൽ ഏതായാലും ഞങ്ങൾക്കൊക്കെ സമാധാനമുണ്ട്. മുഖ്യമന്ത്രി മകളെയും മരുമകനെയും കൂട്ടി ജയിലർ സിനിമ കണ്ടത് നന്നായി. കാരണം എന്താ, തീഹാർ ജയിലിലെ സൗകര്യങ്ങളൊക്കെ നേരത്തെ കണ്ടുവെക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതുകൊണ്ട് ജയിലർ സിനിമ അദ്ദേഹം കണ്ടത് നന്നായി. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. കാരണം ED കേസുകളിൽ അകത്താവുന്നവരൊക്കെ തീഹാർ ജയിലിലാണ് സാധാരണ പോവാറുള്ള. ഇതിൽ ആരൊക്കെ അക്കൗണ്ടബിൾ ആണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ അക്കൗണ്ടബിൾ ആണ്, മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആണ്, ഈ വീണയുടെ ഭർത്താവ് റിയാസ് അക്കൗണ്ടബിൾ ആണ്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്, ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, വീണയാണ്, വീണയുടെ കമ്പനിയാണ്. ഇല്ലെങ്കിൽ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് ആണ്. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇവർ ആരും മറുപടി പറയാത്ത പക്ഷം ഇവർ പേടിച്ച് ഓടിയിട്ട് മാത്യു കുഴൽനാടൻ ധൈര്യപൂർവ്വം ഒരു പത്രസമ്മേളനം നടത്തി ഇതിനൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞിട്ട് ആ മറുപടിയെ പുച്ഛിക്കാനൊക്കെ സജീഷിന് നാണമാവുന്നില്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.